മോഹൻലാൽ, അതായത് നമ്മുടെ ലാലേട്ടൻ ഇപ്പോൾ ഒരു പുതിയ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രകാശ് വർമ്മയ്ക്ക് ഒപ്പമാണ്. വിൻസ് മേര ജുവൽസിന് വേണ്ടി ചെയ്ത പരസ്യമാണ്. ഈ പരസ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന വേൾഡ് ക്ലാസ് നടന്റെ സ്ത്രൈണത ഭാവങ്ങളാണ്. നമ്മൾ പറയാറില്ലേ അദ്ദേഹത്തിൻ്റെ കൈകൾ വരെ അഭിനയിക്കാറുണ്ടെന്ന്. അക്ഷരാർത്ഥത്തിൽ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഫാൻ എന്ന നിലയിൽ ഈ പരസ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രോമാഞ്ചമാണ് ഉണ്ടായത്. കാരണം നമ്മൾ മോഹൻലാലിനെ ഇതുപോലെ കണ്ടിട്ട് വർഷങ്ങളായി. പണ്ട് അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും സെക്ഷൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഈ സൊസൈറ്റിയിൽ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പരസ്യം കണ്ടതിന് ശേഷമുള്ള അഭിനന്ദന പ്രവാഹങ്ങൾക്കൊപ്പം കുരുപൊട്ടലും വളരെ വളരെ കൂടുതലാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ലാലേട്ടനെ റിയാസ് സലീം ആക്കി എന്നൊക്കെയാണ് കമന്റുകൾ. ഇതിൽ ഫാൻസും ഉൾപ്പെടും കേട്ടോ. എൻ്റെ ബലമായ സംശയം ഇവന്മാരൊന്നും ഈ വാനപ്രസ്ഥം എന്നൊക്കെ പറയുന്ന സിനിമയൊന്നും കണ്ടിട്ടില്ലേ. ഇതുപോലെ തന്നെയാണ് കാതൽ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ടാർഗറ്റഡ് ആക്രമണവും. ചിലപ്പോൾ ഈ കാതലും ഈ പരസ്യമൊക്കെ മറ്റാരെങ്കിലും ഒക്കെ ചെയ്താൽ ഇത്രയും ചർച്ചയാകുമോ എന്ന് തന്നെ സംശയമാണ്. അത് മോഹൻലാലും മമ്മൂട്ടിയും ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ചർച്ചയായി മാറിയത്. ഇവരിത് ചെയ്യുമ്പോൾ, ഇവരിത് നോർമലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയാണ്. പൗരുഷത്വത്തിൻ്റെ അടയാളമായി കരുതപ്പെട്ടിരുന്ന 2 പേർ എല്ലാ സ്റ്റീരിയോ ടൈപ്പുകളും ബ്രേക്ക് ചെയ്ത് ഇതൊക്കെ നോർമലൈസ് ചെയ്യുമ്പോൾ പലർക്കും ദഹിക്കാൻ ബുദ്ധിമുട്ട് കാണും. പക്ഷെ അവരുടെയൊക്കെ ഈ തീരുമാനങ്ങൾ കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ അവർ നോർമലൈസ് ചെയ്യുന്നതിലൂടെ സന്തോഷിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരും ഇവിടെയുണ്ട്. ഈ പരസ്യം സ്ത്രൈണതയുള്ള ആണുങ്ങൾക്ക്, ആ സ്ത്രൈണത ഉള്ളത് കൊണ്ട് ഇൻസെക്യൂറായി ജീവിക്കുന്ന അവർക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. അത് മാത്രമേ ഇവിടെ മാറ്റർ ചെയ്യുന്നുള്ളൂ. അല്ലാതെയുള്ള മോങ്ങലുകളെയെല്ലാം തികഞ്ഞ അവജ്ഞതയോടെ തള്ളിക്കളയുക.